നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു എനർജിയും, നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ് ഇപ്പോൾ എങ്ങനെയാണ് കടന്നു പോകുന്നത്, അവർ ഏത് സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കറൻറ്റ്ലി കടന്നു പോകുന്നത് എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ പേഴ്സൻ്റെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്, നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ ബന്ധത്തെ ഒന്ന് ചേഞ്ചായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത്, കറൻറ്റ്ലി നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അഫർമേഷൻസ് രേഖപ്പെടുത്തുക. കൂട്ടത്തിൽ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആകുന്ന ആ ഒരു ദൈവിക എനർജിയുടെ പേരോ പറയാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഫലത്തിന് നമുക്ക് തിരിച്ച് ലഭിച്ചിരിക്കും. നമ്മൾ എന്ത് കാര്യത്തിലും മടി കാണിക്കുന്നോ അതനുസരിച്ചേ നമ്മളിലേക്ക് കാര്യങ്ങൾ വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ വിശ്വസിക്കുന്നോ, എത്രത്തോളം ആഴത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. കൂടാതെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ കറൻറ്റ് സമയം, പാസ്റ്റ് അതെങ്ങനെയായിരുന്നു, ഫ്യൂച്ചർ എങ്ങനെയായി തീരും, ഇതിനകത്തെ തടസ്സങ്ങൾ എന്താണ്, വ്യക്തികളാണോ സാഹചര്യങ്ങളാണോ എങ്കിൽ അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ്, അത് ഏത് രീതിയിലായിരിക്കും നിങ്ങൾക്കെതിരെ നിൽക്കുക, എഗനിസ്റ്റായിട്ട് നിൽക്കുക, അതോ അത് ചേഞ്ച് ആവുമോ, അവസാനിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. വിശ്വാസത്തോടു കൂടിയും ആത്മാർത്ഥതയോടു കൂടി മാത്രം ടാറോ റീഡിങ്സ് എടുക്കാൻ ശ്രമിക്കുക. പേഴ്സണലായിട്ട് കൺഫ്യൂഷനോട് കൂടി ഒരിക്കലും ഒന്നിലും ചെന്ന് ചാടരുത്. കാരണം പേഴ്സണൽ റീഡിങ്സിനൊക്കെ പേയ്മെൻ്റ് ഉള്ളതാണ്. അപ്പം നിങ്ങൾ പൂർവാധികം ആത്മാർത്ഥമായിട്ട് അത് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ ഒരു തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അത് ശക്തവും അതുപോലെ തന്നെ ഒരു ലൈഫ് ലോങ് എനർജിയോട് കൂടി നിൽക്കേണ്ടി വരുന്നതുമായ ഒരു തേർഡ് സിറ്റുവേഷൻസോ തേർഡ് പാർട്ടിയുടെ എനർജിയോ നിങ്ങളുടെ വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരെ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 100% നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുമുണ്ട്. ഈ തേർഡ് സിറ്റുവേഷൻസിനോടൊപ്പം അത് തേർഡ് പാർട്ടി ആയിരിക്കാം, അതല്ലെങ്കിൽ സാഹചര്യമായിരിക്കാം, വ്യക്തി ബന്ധങ്ങളായിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് എനർജി ആയിരിക്കാം, ഒരു പക്ഷേ അവരുടെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ആയിരിക്കാം. ആ ഒരു സിറ്റുവേഷൻസിനോടൊപ്പം തന്നെ നിങ്ങളെയും ചേർത്ത് പിടിക്കണമെന്ന് അവർ വല്ലാതെ ആഴത്തിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും അവരുടെ മനസ്സിൽ ഒരു സ്റ്റാർ എനർജിയാണ് നിങ്ങൾ കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ വ്യക്തി ഇല്ലാതെ ആ ഒരു സിറ്റുവേഷൻസ് അവർക്ക് ശരിക്കും ഒരു മിസ്സിങ് എനർജി ഫീൽ ചെയ്യുന്ന, ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്, ഒരു പൂർണ്ണത ലഭിക്കുന്നില്ല എന്നുള്ള ഒരു തോട്ട്സ് അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് തരത്തിലെ ബന്ധമായിക്കോട്ടെ, നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്നതായിട്ടും നിങ്ങളുടെ ആ ഒരു കുറവ് അവർക്ക് നികത്താൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ടുമുള്ളൊരു എനർജിയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണാൻ സാധിക്കുന്നത്. ശരിക്കും അവരുടെ മനസ്സിനകത്ത് വല്ലാതെ കുറ്റബോധവും വേദനയും നഷ്ടബോധവും അതുപോലെ തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗവും, അതല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ അവരെ വല്ലാതെ അവരുടെ ഉറക്കം കെടുത്തുന്നതായിട്ടും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള കാരണം നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻസ് ഉണ്ട്, ആത്മബന്ധമുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് അവരുടെ ഹൃദയത്തിൽ, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് നിങ്ങളില്ലാതെ, അവരുടെ ആ ഒരു എന്താ പറയുക, നമ്മൾ ഈ പറയില്ലേ നമ്മുടെ ആത്മാവെന്ന് പറയില്ലേ,
നമ്മുടെ ഒരു സ്പിരിച്വൽ ഗാർഡിയൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പ്രസൻസ് ആണ്. ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങളും അവരും തമ്മിൽ കണക്റ്റഡ് ആയിരുന്ന സമയത്ത് അവർക്ക് വലിയ ഉയർച്ചകൾ, ഓപ്പർച്യൂണിറ്റീസുകൾ, മാത്രമല്ല അവർക്കൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയുടെ ഒരു ഓപ്പർച്യൂണിറ്റീസുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിലേക്ക് ഒഴുകി അവരിലേക്ക് കണക്റ്റഡായി വന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ് അവർക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളും അവരും തമ്മിലുള്ള ഊർജം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളും ബ്ലെസ്സിങ്സോട് കൂടിയതും, അതായത് ഒരു പാസ്റ്റ് ലൈഫ് എനർജീനെ കണക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതുമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ ശക്തമായിട്ടൊരു കൺട്രോളിങ് എനർജിയിൽ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ആ വികാരത്തെ, അവരുടെ ആ ഒരു ഇമോഷൻസിനെ അവർ ഹൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിന് സാധ്യമാകുന്നില്ല. ഒരു പക്ഷേ കുറച്ച് ഈഗോയിസ്റ്റിക്കായ, അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട പേഴ്സൺ ആയിരിക്കാം. പിന്നെ വേറെ ഉത്തരവാദിത്തങ്ങളോ ഒന്നിലധികം ഉത്തരവാദിത്തങ്ങളെ നേരിടേണ്ട വ്യക്തിയായിരിക്കാം. ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ കരിയർ പാതയിലാവാം, ഫാമിലിപരമാകുന്ന കാര്യങ്ങളിലാവാം. ഈ ഒരു വ്യക്തി ഇൻവോൾവ് ആകുന്നിടത്തൊരു നേതൃപാടവം അല്ലെങ്കിൽ ഒരു സാരഥി എനർജിയിലേക്ക് നിൽക്കേണ്ട ഒരു പേഴ്സൺ ആവാം. എന്താണെങ്കിലും ഒരു വ്യക്തിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിബന്ധങ്ങളിൽ റെസ്പെക്റ്റ് ലഭിക്കുന്ന ഒരു പേഴ്സണാണ്. നിസ്സാരമാകുന്ന ഒരു എനർജി അല്ല അത്. മെയിലായാലും ഫീമെയിലായാലും നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി മറ്റുള്ളവർ നിങ്ങളുടെ പേഴ്സണെ കുറേ ആളുകളുടെ എനർജിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട്, കുറച്ച് ആളുകളുടെ എനർജിയിൽ നേതൃപാടവ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയായിട്ട്, കുറച്ച് എനർജികളിലേക്ക് നോക്കുമ്പം ഒരു മുൻതൂക്കം, അവരിലൂടെ പല കാര്യങ്ങളും മറ്റു പലർക്കും നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ ഇവരെ ആശ്രയിക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് എല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ഇമോഷൻസിനെ അവർ ശരിക്കും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് സാധിക്കാതെ പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഓർമ്മകൾ അവരെ മിസ്സിങ് എനർജിയിലേക്ക്, അവരെ നഷ്ടബോധത്തിലേക്കാണ് എത്തിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട്. ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഇതൊരു ചൈൽഡ്ഹുഡ് കാലഘട്ടം മുതൽക്കുള്ളൊരു റിലേഷൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. ചിലരുടെ എനർജിയിൽ നോക്കുമ്പോൾ ചില കരിയർ പാതകളിലൂടെ അല്ലെങ്കിൽ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കണ്ടുമുട്ടലുകൾ നിങ്ങളുടെ ബന്ധത്തിൽ നടന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം വിധിയാണ് കേട്ടോ. പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻസ്, സോൾ കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു വിധിയുടെ എനർജിയിൽ വന്നിരിക്കുന്നതാണ്. ചിലരെ സംബന്ധിച്ച് ഫാമിലിപരമായിട്ട്, നിങ്ങൾ കുടുംബപരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ പ്രസൻസും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ബന്ധങ്ങളിലുള്ള വ്യക്തികളുടെ പ്രസൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെയ്ബർ എനർജിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുന്ന വ്യക്തികളുടെ എനർജിയിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള, അതായത് കണ്ണെത്തും ദൂരത്ത് തന്നെ ഉള്ള നെയ്ബർ, അതായത് അയലക്കം എനർജിയുടെ പ്രസൻസും നമുക്ക് ഈ ഒരു ബന്ധത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കരിയർ പാതയിലുമുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു വലിയൊരു ബോണ്ടാണ്, അതായത് മാറ്റി നിർത്താൻ പറ്റാത്ത വിധമുള്ള പ്രസൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ. വളരെയധികം ഒരു സൺറൈസിങ് പ്രസൻസ് ഉണ്ടായിരുന്ന, സക്സസ്സിൽ എത്തിക്കാൻ പറ്റുന്ന, പൂർണ്ണതയിലാവാൻ പറ്റുന്ന ഒരു ബന്ധം തന്നെ ആയിരുന്നു നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധമെന്നതും ഞാൻ പറഞ്ഞില്ലേ, ഒരു പാസ്റ്റ് ലൈഫ് പ്രസൻസ് ആണ് ഈ ഒരു ബന്ധത്തിൽ കണക്ട് ചെയ്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു പക്ഷേ മുൻ ജന്മങ്ങളിൽ ഏതൊക്കെയോ നിങ്ങൾ ഒരുമിച്ച് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു 3 ജന്മങ്ങളുടെ പ്രസൻസ് നമുക്കിതിനകത്ത് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിൽ കണക്റ്റഡ് ആയിട്ട് വന്നതായിട്ട്. അപ്പോൾ അതിലേക്ക് ഏതെങ്കിലും കർമ്മ ബേസ് നിൽക്കുന്നതാവാം. നിങ്ങൾക്കിടയിൽ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസും മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസും വരാൻ കാരണമായിട്ട് കാണുന്നത്. ആ ഒരു മൂന്നാമൻ്റെ പ്രസൻസ് ഒരു ബന്ധത്തിൽ വരുന്നത് ജസ്റ്റിസ് എനർജിയിലാണ് കേട്ടോ. അതായത് കർമ്മഫലമായിട്ട് വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധത്തെ വളരെ നിസ്സാരമായിട്ട്, വളരെ പോസിറ്റീവായിട്ട് കൺട്രോളിൽ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവിടെ ആ ഒരു ജസ്റ്റിസ് വന്ന് നിൽക്കുന്നത് കൊണ്ട്, കർമ്മഫലം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധമുള്ള ചില ഭയം, ആൻസൈറ്റി എനർജി,
കണക്റ്റഡ് ആകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നീതി നൽകണം എന്ന് ചിന്തിക്കുമ്പോഴും അവിടെ ഒരു മറയുണ്ടാവുകയാണ്, അതായത് ഒരു ബ്ലോക്കിംഗ് എനർജി വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു നെഗറ്റീവ് തോട്ട്സ് അവരിലേക്ക് പെട്ടെന്ന് കണക്റ്റ് ചെയ്യുന്നത്, അതൊരു ഭയമായിട്ടും ആൻസൈറ്റി ആയിട്ടുമാണ്, ഉത്കണ്ഠയോട് കൂടിയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവർ ഫ്യൂച്ചറിനെ പേടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അവർക്ക് പാസ്റ്റിനെയോ പ്രസൻറ്റിനെയോ അവർക്ക് പ്രോബ്ലംസ് ഇല്ല. അവർ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഭയം തട്ടുന്നതായിട്ടും അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഒരു ഇംബാലൻസിങ് എനർജി, അതായത് രണ്ട് സിറ്റുവേഷൻസിൽ ഒന്ന് അവർക്ക് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട സിറ്റുവേഷൻസും എന്നാൽ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യേണ്ടതുമാകുന്ന എനർജിയിൽ, അതായത് വിട്ടുവീഴ്ച ചെയ്താലും പ്രോബ്ലംസ് ഇല്ലാത്ത സാഹചര്യമായിട്ടും അവർക്ക് കാണുന്നു. അപ്പം ബുദ്ധിപൂർവ്വം നിൽക്കേണ്ട ഇടത്ത് തന്നെ അവർ മൗനമായിട്ട് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങളോടുണ്ടായിരുന്നത് അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കും ആ ഒരു വ്യക്തിയോട് ഉണ്ടായിരുന്നതും എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ലാത്ത പ്രണയമായിരുന്നു. ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് പോലെ, അതായത് ഒരു ദൈവീകമാകുന്ന ഒരു പവിത്രമാകുന്ന ഒരു ഇമോഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾ ഒന്നും ചിന്തിച്ചില്ല ഇതിനകത്തൊരു ചതി വരുമെന്നോ, നിങ്ങളുടെ ഒരു ചെറിയൊരു ചിന്തകളിൽ പോലും നിങ്ങൾക്കത് കടന്നു പോകാത്ത വിധം നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് ഈ ഒരു വ്യക്തിയിൽ കമ്മിറ്റഡ് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തി എന്നതൊരു ലോകമാക്കി തീർത്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. വിശ്വാസവും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പൂർവാധികം ശക്തമായിട്ട് വിശ്വസിക്കുകയും കൂടി ചെയ്തിരുന്നതായിട്ടാണ് കാണുന്നത്. അവരിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്കൊരു നെഗറ്റീവ് ആകുന്ന, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സപ്പറേഷൻ, ഇതൊന്നും ഒരിക്കലും നിങ്ങൾ ചുമ്മാ പോലും ഒന്ന് ചിന്തിക്കേണ്ടി വരാതിരുന്ന രീതിയിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അത്രത്തോളം ആഴത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ എനർജിയാണ് നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്നത്. അവർ നിങ്ങൾക്ക് നൽകിയതും തിരിച്ചതുപോലെയാണെങ്കിലും അവിടെ ഒരു തേർഡ് സിറ്റുവേഷൻസ് കർമ്മഫലമായിട്ട് വന്നു. ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഇമോഷണൽ ഈഗോ ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സ് നിറയെ സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുക, അതല്ലെങ്കിൽ അത് പറയുക എന്നതെല്ലാം വളരെ ഡിഫിക്കൽറ്റി ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് കാണുന്നു. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ പല രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇവർക്ക് അതുപോലുള്ളൊരു മുരടൻ സ്വഭാവം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആഴത്തിൽ ആരോടും തോന്നാത്ത വിധമുള്ള ഒരു സാഹചര്യം അവർ നേരിട്ടിട്ടുണ്ടാവാം. പതറിപ്പോയ നിമിഷങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാസ്റ്റിൽ ട്രോമാസിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷണൽ ഈഗോയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് ഈ ഒരു വ്യക്തി എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ഓപ്പണായിട്ട് പറയുക എന്നത് അവർക്ക് അസാധ്യമാണ്. അല്ലെങ്കിൽ അതൊരു കുറവ് പോലെ, ഒരു താഴ്ന്നു പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു ക്ഷതമേൽക്കുന്നത് പോലെ തോന്നിക്കുന്ന ഒരു ഫീലിങ്സ് കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് ശക്തമായിട്ടും ഇപ്പം മിസ്സിങ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്തൊരു തേർഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു സെപ്പറേഷൻ പീരീഡിലുള്ളവരെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പോകുന്ന ബന്ധത്തിൽ നോക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കാതെ എപ്പോഴും ഒരു കടും പിടുത്തത്തിൽ നിൽക്കുന്നതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. പക്ഷെ അവരുടെ ഈഗോയാണ്, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അറിയാണ്ട ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ആ ഒരു ബൗണ്ടറി നിൽക്കുന്നത്. ശരിക്കും ഒരു മെൻ്റൽ ക്ലാരിറ്റി വേണമായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധത്തെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എങ്കിൽ ഇപ്പോൾ ഒരു ബ്ലോക്കിംഗ് എനർജിയോ ഇംബാലൻസിങ് എനർജിയോ ഈ റിലേഷനിൽ ഉണ്ടാവുകയില്ലായിരുന്നു എന്നും അവർ ശരിക്കും ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം പൂർണ്ണമായിട്ടും. നാനാ മാർഗങ്ങളിൽ നിന്നോ, സോഷ്യൽ മീഡിയയിലാണേലും വാട്സപ്പിലാണേലും എല്ലാ ഭാഗങ്ങളിൽ നിങ്ങളെ ഇവർ ബ്ലോക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് നിങ്ങൾക്കൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. അത് ഇവരുടെ ഒരു എടുത്തുചാട്ടം, പെട്ടെന്ന് തോന്നിയ ഒരു സംസാരത്തിലോ മറ്റെന്തെങ്കിലും പെട്ടെന്ന് തോന്നിയ ഒരു ഈഗോയാണ് ആ ഒരു ബ്ലോക്ക് ചെയ്യാനുണ്ടായ കാരണം. അതായത് വലിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ചെയ്തതല്ല, ചെറിയൊരു ഈഗോ ക്ലാഷിൻ്റെ ഫലമായിട്ടാണ് സംഭവിച്ചത്. പക്ഷെ അത് ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പം
അവർ മനസ്സിലാക്കുന്നു. കാരണം അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു ഇംബാലൻസിങ് എനർജി, അതായത് അവിടെയും ഈഗോ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ് കേട്ടോ. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളുടെ ആ ഒരു ഓർമ്മയിലാണ് കേട്ടോ. നിങ്ങൾ കൊടുത്ത സ്നേഹം, നിങ്ങളുടെ ക്യാരക്ടർ, പ്രസൻസ്, നിങ്ങളൊരു ഫാമിലി അംഗമായിട്ട് അവരെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അംഗമായിട്ട്, കുടുംബത്തിലെ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടിരുന്നത്. നിങ്ങളുടെ പ്രവൃത്തിയിലും എല്ലാം അത് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നതെല്ലാം ഇപ്പം അവർ മനസ്സിലാക്കുന്നതായിട്ടും അതവർ വളരെ ആഴത്തിൽ ചിന്തിക്കുമ്പം അവർക്കൊരു പോസിറ്റിവിറ്റിയും ഒരു പ്രതീക്ഷയും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ അവരിൽ ഡിപ്പെൻഡഡ് ആണ്, നിങ്ങൾ അവരിൽ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു തോട്ട്സൊക്കെ അവരെ വല്ലാതെ ഹാപ്പിനെസ് എനർജിയിൽ വരുത്തുന്നുണ്ട്. ചിലരെ എനർജിയിലേക്ക് നോക്കുമ്പോൾ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ഡിസ്റ്റർബൻസ് തോന്നാം ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ ഓർക്കാപ്പുറത്തൊക്കെ. പെട്ടെന്ന് നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു പോകാമെന്ന് ചിന്തിക്കുമ്പം അതിനേക്കാൾ ശക്തമായിട്ട് ആ ഒരു വ്യക്തിയുടെ ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ, ഫിസിക്കൽ ബ്യൂട്ടി, അതുപോലെ ഈ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, എനർജി, ഇതൊക്കെ നിങ്ങളെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു ക്യാരക്ടർ, ദേഷ്യം, ബൗണ്ടറി ഇട്ട് നിൽക്കുന്നത്, അവരുടെ ആ ഒരു പൊസിഷൻ്റെ എനർജി, ഇതൊക്കെ നിങ്ങളെ വല്ലാതെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു കർമ്മ എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും അവരിൽ നിന്ന് നിങ്ങൾക്ക് തിക്ത അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴും അവരെ റെസ്പെക്റ്റ് ചെയ്യാനും ചേർത്ത് പിടിക്കാനും ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 7 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. അവർ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലാണ് അവരിപ്പോഴും നിൽക്കുന്നത് കേട്ടോ. നിങ്ങളിൽ നിന്ന് മാറിപ്പോയി അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് കളഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളിൽ തന്നെയാണ് ആ ഒരു വ്യക്തി നിലകൊള്ളുന്നത്. അവരുടെ ഓർമ്മകളും അവരുടെ സിറ്റുവേഷൻസും, അവരെന്ന് പറയുന്ന വ്യക്തിയുടെ ഓരോ ശ്വാസത്തിൽ പോലും നിങ്ങളുടെ പേരും നിങ്ങളുടെ ചിന്തകളുമായിട്ട് തന്നെയാണ് കടന്നു പോകുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അവരൊരു വെയിറ്റിംഗ് എനർജിയിലാണ്. അനുയോജ്യമാകുന്നൊരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരിലേക്ക് കണക്റ്റഡ് ആവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു ഈഗോയൊക്കെ മാറ്റി വെച്ച് കണക്റ്റഡ് ആകാൻ പറ്റുന്ന ഒരു സന്ദർഭം ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം അവരെ ശരിക്കും പിടിച്ച് നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് അവരുടെ ആഗ്രഹം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും അല്ലെങ്കിൽ കണക്റ്റഡ് ആവാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്തൊരു മസ്കുലൻ ഫെമിനിയൻ എനർജി ഓൾഡ് ലേഡിയുടെ പ്രസൻസ് നിൽപ്പുണ്ട് കേട്ടോ. ഒരു വെല്ലുവിളിയായിട്ട് മദർ എനർജി ആവാം, ഒരു വിഡോയായ സ്ത്രീയുടെ എനർജി ആവാം, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭയമില്ലാത്ത, സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെ ഉറക്കെ സംസാരിക്കാൻ മടിയില്ലാത്തൊരു ലേഡിയുടെ പ്രസൻസ് ആവാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി പോലെ ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ച് നിങ്ങളിൽ ഫോക്കസ്ഡ് ആണെങ്കിലും നിങ്ങൾ അറിയാതെ അവർ നിങ്ങളെ വാച്ചിങ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ബൗണ്ടറി ഇട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, അവർ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു എന്നുള്ള കുറ്റബോധം അവരെ പിടിച്ച് ശരിക്കും ഉലയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ എന്നെ ചീറ്റ് ചെയ്തു എന്നുള്ളത്. പക്ഷെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളെ അവർ ചീറ്റ് ചെയ്തു എന്നുള്ളത്. അത് അവരെ വല്ലാതെ ഒരു മാനസിക വിഷമത്തിലേക്ക്, വ്യതയിലേക്ക് കൊണ്ടുചെന്ന് നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവർ ചെയ്ത തെറ്റാണെന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണെന്നും. നിങ്ങളുടെ ഇമോഷൻസിന് അവർ വാല്യൂ നൽകാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് നൽകാത്തത് തെറ്റാണെന്നൊക്കെ അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവരത് ചിന്തിക്കുന്നു, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. അവർക്ക് വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കുന്ന അവരുടെ ഈ ഒരു ബർഡൻ ഇറക്കി വെക്കണമെങ്കിൽ, അവരുടെ ജീവിതത്തിൽ അവരിത് അവസാനിക്കണമെങ്കിൽ, ഈ ഒരു സ്ട്രഗിൾ എനർജി അവസാനിക്കണമെങ്കിൽ അവർ നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകണം. അതായത് നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആക്കണം. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു നല്ല സ്റ്റേണായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണമെങ്കിൽ എന്നുള്ളത് ഈ ഒരു വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ട്രാപ്പ് എനർജി ഫീലിങ്സ് ഉണ്ട് കേട്ടോ. അതായത് സമയത്തിൻ്റെ ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് എങ്ങാനും പോകാൻ, അവർ വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും ചേഞ്ചിങ് ആവാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വെല്ലുവിളിയുടെ എനർജി ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
എന്താണെങ്കിലും അവർ ബന്ധത്തെക്കുറിച്ചൊരു തീരുമാനം ഉണ്ട്, അവരുടെ മനസ്സിനകത്തൊരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട്. ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണം, കുറച്ചൊരു ഫോക്കസിങ് വേണമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് നോക്കുമ്പോൾ തേർഡ് പാർട്ടി എനർജിയും നിങ്ങളും ഇപ്പം ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. അവരൊരു ഒറ്റപ്പെടൽ, ഒരു എലോൺ എനർജിയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഡബിൾ എനർജിയുടെ പ്രസൻസ്, അവരുടെ സമയം മോശമാണ് കേട്ടോ. വളരെയധികം നെഗറ്റീവ് ആകുന്ന അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവർ ചെന്ന് തൊടുന്നതെല്ലാം അബദ്ധമായി തീരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നത്. അതായത് അവരല്ല നയിക്കുന്നത്, മറ്റൊരു നെഗറ്റീവ് ശക്തിയുടെ പ്രസൻസ് ആണ്. അവർക്ക് നല്ല ശത്രുക്കളുണ്ട് കേട്ടോ. അവരോടൊപ്പമുള്ളവരും അല്ലെങ്കിൽ അവരുടെ പിന്നിൽ ശത്രുവിൻ്റെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അതായത് അവരെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ചില ശത്രുഭാവത്തിലുള്ളവരുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, അവർക്ക് അവരുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അവർ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ഷേ ചിലരൊരു വിദേശവാസത്തിന് വേണ്ടിയിട്ട്, ദൂരയാത്ര ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബ്ലോക്കിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക്, കുറച്ച് ദൈവീകമാകുന്ന കാര്യങ്ങളിലേക്ക്, ഒരു പക്ഷേ ഒരു റേക്കി ഹീലിംഗ് ആവാം, യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളാവാം, മറ്റെന്തൊക്കെയോ ജ്യോതിഷമാവാം, ന്യൂമറോളജി ആവാം, അവരെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ കണക്റ്റഡ് ആകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസപ്രകാരമുള്ള ദൈവീകപരമാകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചില എനർജികളിലേക്കാവാം ഇവരൊരു സ്പിരിച്വൽ എനർജിയിലേക്ക് ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈഗോ എനർജിയാണ് അവരെ പിടിച്ച് നിർത്തുന്നത് കേട്ടോ. അവരുടെ ഈഗോ അവർക്ക് ചില സമയങ്ങളിൽ ഉപകാരമാണ്, അവർക്ക് സക്സസ്സിലാണ് നിർത്തുന്നത്. കാരണം അവരുടെ ഈഗോ അവരുടെ ലൈഫിനെ അവർക്ക് വീണു പോകാതെ മറ്റുള്ളവരുടെ മുമ്പിൽ താന്നു കൊടുക്കാത്ത വിധം പിടിച്ച് നിർത്തുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എന്താണേലും പുതിയ ചില നേട്ടങ്ങൾക്കും ഓപ്പർച്യൂണിറ്റീസിനും വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് അവർ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്.